വിനോദത്തിനും വിവരങ്ങൾക്കും വേണ്ടി നമ്മൾ ആശ്രയിക്കുന്ന ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ടൂളുകൾ ഇന്ന് ലോകമെമ്പാടുമുള്ള ലക്ഷക്കണക്കിന് ആളുകളുടെ മാനസികാരോഗ്യത്തിന് ഒരു കടുത്ത ഭീഷണിയായി മാറുകയാണ്. സാങ്കേതിക വിദ്യയുടെ ലോകത്തെ ഞെട്ടിച്ച ഏറ്റവും പുതിയ വെളിപ്പെടുത്തലുകൾ AI-യുടെ ഇരുണ്ട വശത്തേക്ക് വിരൽ ചൂണ്ടുകയാണ്. ലോകത്തിലെ ഏറ്റവും ജനപ്രിയമായ AI ചാറ്റ്ബോട്ടായ ChatGPT-യുമായി സംസാരിക്കുന്നവരിൽ വലിയൊരു വിഭാഗം ആളുകളും കടുത്ത മാനസികാരോഗ്യ വെല്ലുവിളികൾ നേരിടുന്നുവെന്നാണ് നിർമ്മാതാക്കളായ OpenAI തന്നെ സമ്മതിച്ചിരിക്കുന്നത്. OpenAI പുറത്തുവിട്ട ഞെട്ടിക്കുന്ന ഒരു റിപ്പോർട്ട് പ്രകാരം ഓരോ ആഴ്ചയും ലക്ഷക്കണക്കിന് യൂസേഴ്സ് തങ്ങളുടെ ആത്മഹത്യാപരമായ ചിന്തകളും സ്വയം മുറിവേൽപ്പിക്കാനുള്ള അതായത് സെൽഫ് ഹാമിന്റെ ആലോചനകളും ChatGPT-യുമായി പങ്കുവെക്കുന്നു എന്നാണ്. ഇത് കേവലം ഒരു ചെറിയ ശതമാനം മാത്രമാണെങ്കിലും ഉപയോക്താക്കളുടെ എണ്ണം കോടിക്കണക്കിനായതുകൊണ്ട് യഥാർത്ഥത്തിൽ ഈ ദുരവസ്ഥ നേരിടുന്നത് ലക്ഷക്കണക്കിന് മനുഷ്യരാണ്. ChatGPT-ക്ക് 800-ലധികം ആക്റ്റീവ് യൂസേഴ്സ് ഒരാഴ്ച ഉണ്ടെന്നാണ് OpenAI-യുടെ കണക്ക്. ഇതിൽ ഏകദേശം 0.15% ഉപയോക്താക്കൾ ഓരോ ആഴ്ചയും ആത്മഹത്യാപരമായ പ്ലാനിങ്ങിൻ്റെയോ ഉദ്ദേശത്തിൻ്റെയോ വ്യക്തമായ സൂചനകൾ നൽകുന്ന സംഭാഷണങ്ങളിൽ ഏർപ്പെടുന്നുണ്ട്. കണക്കുകൾ പ്രകാരം ഇത് ഏകദേശം 12 ലക്ഷത്തിലധികം ആളുകൾ വരും. അതായത് ഓരോ 7 ദിവസത്തിലും ഒരു നഗരത്തിലെ ജനസംഖ്യയേക്കാൾ കൂടുതൽ പേർ AI-യോട് തങ്ങളുടെ ജീവൻ ഒടുക്കാൻ ആലോചിക്കുന്നതിനെക്കുറിച്ച് സംസാരിക്കുന്നുണ്ട്. ഇതുകൂടാതെ ഏകദേശം 5,60,000-ഓളം യൂസേഴ്സ് സൈക്കോസിസ് അഥവാ മാനസിക അസ്വാസ്ഥ്യത്തിന്റെ അല്ലെങ്കിൽ മാനിയ പോലുള്ള ഗുരുതരമായ മാനസികാരോഗ്യ അടിയന്തരാവസ്ഥകളുടെ ലക്ഷണങ്ങൾ സംഭാഷണങ്ങളിൽ പ്രകടിപ്പിക്കുന്നതായും റിപ്പോർട്ടിൽ പറയുന്നുണ്ട്. AI-യുമായി അമിതമായ ഇമോഷണൽ അറ്റാച്ച്മെന്റ് പുലർത്തുന്നവരുടെ എണ്ണം 12 ലക്ഷത്തോളം വരുമെന്നാണ് പറയുന്നത്. ഇത്രയേറെ ആളുകൾ സുഹൃത്തുക്കളോടോ അല്ലെങ്കിൽ കുടുംബാംഗങ്ങളോടോ മറ്റോ പറയാൻ മടിക്കുന്ന ജീവൻ തന്നെ അപകടത്തിലാക്കുന്ന ചിന്തകൾ ഒരു യന്ത്രത്തോട് പങ്കുവയ്ക്കുന്നത് എന്തുകൊണ്ടാണ്? ചിന്തിക്കേണ്ടതില്ലേ? ഒരു നിഷ്പക്ഷമായ സമീപനമാണിതിന് കാരണം. ഒരു മനുഷ്യനെ പോലെ തങ്ങളെ ജഡ്ജ് ചെയ്യില്ല, അതായത് വിധി പറയുകയോ വിമർശിക്കുകയോ ചെയ്യാതെ AI പ്രതികരിക്കുമെന്ന വിശ്വാസം. ഒപ്പം ഏത് പാതിരാത്രിയിലും എവിടെ വെച്ചും AI ചാറ്റ്ബോട്ട് ലഭ്യമാണ്. കൂടാതെ സ്വകാര്യ സംഭാഷണങ്ങൾ ചോരില്ല എന്ന ഉറപ്പും. എന്നാൽ ഒരു റിയൽ തെറാപ്പിസ്റ്റിന്റെ വൈകാരികപരമായ ബുദ്ധിയോ പരിചയമോ പ്രതിബദ്ധതയോ ഒരു AI-ക്ക് നൽകാൻ സാധിക്കില്ല. ഈ സാഹചര്യത്തിൽ ചാറ്റ്ബോട്ട് നൽകുന്ന ഒരു ചെറിയ തെറ്റായ മറുപടി പോലും ഒരു ഉപയോക്താവിനെ ആഴത്തിലുള്ള പ്രതിസന്ധിയിലേക്ക് തള്ളിവിട്ടേക്കാം. ഈ വിഷയത്തിൽ OpenAI വലിയ നിയമ നടപടികളും അതേപോലെ പൊതുജന ശ്രദ്ധയും നേരിടുന്ന സാഹചര്യത്തിലാണ് പുതിയ വിവരങ്ങൾ പുറത്തുവിട്ടത്. ChatGPT-യുമായി സംസാരിച്ചതിന് ശേഷം ആത്മഹത്യ ചെയ്ത 16 വയസ്സുകാരന്റെ മാതാപിതാക്കൾ നൽകിയ കേസ് ഇതിൽ പ്രധാനമാണ്. ഈ ഒരു സംഭവത്തെ തുടർന്ന് 170-ലധികം മെന്റൽ ഹെൽത്ത് എക്സ്പേർട്സുമായി സഹകരിച്ച് പുതിയ സുരക്ഷാ മുൻകരുതലുകൾ എടുത്തതായി OpenAI അവകാശപ്പെടുന്നുണ്ട്. അങ്ങനെയാണ് മെച്ചപ്പെടുത്തിയ GPT-5ന്റെ വരവ്. പുതിയ മോഡലായ GPT-5 ആത്മഹത്യയുമായി ബന്ധപ്പെട്ട സംഭാഷണങ്ങളിൽ 91% സുരക്ഷിതമായ പ്രതികരണങ്ങളാണ് നൽകുന്നതെന്നാണ് കമ്പനി പറയുന്നത്. പഴയ മോഡലിന് ഇത് 77% മാത്രമായിരുന്നു. ഒപ്പം ഗുരുതരമായ ചിന്തകൾ പ്രകടിപ്പിക്കുമ്പോൾ ഉപയോക്താക്കളെ ഉടൻ തന്നെ യഥാർത്ഥ സഹായം ലഭിക്കുന്ന 988 പോലുള്ള ഹോട്ട്ലൈൻ നമ്പറുകളിലേക്ക് റീഡയറക്റ്റ് ചെയ്യാൻ AI പരിശീലിപ്പിച്ചു. പിന്നെ അമിതമായ ആശ്രിതത്വം അതായത് ഡിപ്പെൻഡൻസി പ്രോത്സാഹിപ്പിക്കാതെ യഥാർത്ഥ മനുഷ്യരുമായി ബന്ധപ്പെടാൻ ഉപയോക്താക്കളെ പ്രേരിപ്പിക്കുകയും ചെയ്യുന്നു. ഇങ്ങനെയൊക്കെയാണെങ്കിലും സാങ്കേതിക വിദ്യയുടെ ഈ പുതിയ പ്രതിസന്ധി ഒരു ഗ്ലോബൽ ഹെൽത്ത് ക്രൈസിസായി വളർന്നിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം അതീവ ഗൗരവത്തോടെ കാണേണ്ട ഒന്നാണ്. ഒരു AI ചാറ്റ്ബോട്ടിന് ഒരു തെറാപ്പിസ്റ്റിന്റെ സ്ഥാനം ഒരിക്കലും ഏറ്റെടുക്കാൻ കഴിയില്ല. സാങ്കേതിക വിദ്യയുടെ അതിവേഗ വളർച്ചയിൽ മനുഷ്യന്റെ മാനസികാരോഗ്യം എവിടെ നിൽക്കുന്നു എന്ന ചോദ്യമാണ് ഈ കണക്കുകൾ നമുക്ക് മുന്നിൽ ഉയർത്തുന്നത്. ഡിജിറ്റൽ ലോകം നൽകുന്ന ഒറ്റപ്പെടലിന്റെ വേദന കുറയ്ക്കാൻ നമ്മൾ ആശ്രയിക്കുന്നത് മറ്റൊരു യന്ത്രത്തെ ആണെങ്കിൽ നമ്മുടെ സാമൂഹിക ബന്ധങ്ങൾ എവിടേക്കാണ് പോകുന്നത്? ഗൗരവമായ ചിന്തകൾക്ക് വക നൽകുന്ന ഒരു വിഷയമാണിത്. AI-യുടെ വെളിച്ചം നമ്മെ മുന്നോട്ട് നയിക്കുമ്പോൾ അതിന്റെ നിഴലിൽ ഒളിച്ചിരിക്കുന്ന ആപത്തുകളെ നമ്മൾ മറക്കരുത്.